സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്. അപ്പോൾ എഗെയിൻ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണ്, നമ്മൾ കാർ ഡീലർഷിപ്പിൻ്റെ ഒരു ഗെയിമായിട്ടാണ്. അപ്പോൾ ഇക്കറിയാം നമ്മൾ കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട് അത് തിരക്കായതുകൊണ്ടാണ്, അല്ലാണ്ട് മടിയായതുകൊണ്ടൊന്നുമല്ല. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർ ഡീലർഷിപ്പിൻ്റെ ഒരു ഗെയിമായിട്ടാണ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ $20,000 ഗെയിം ഞാൻ കുറച്ച് കളിച്ചായിരുന്നു. അങ്ങനെയൊക്കെ കിട്ടിയാണ് $20,000. പക്ഷേ $20,000 ഈ ഗെയിമിൽ സത്യം പറഞ്ഞാൽ ഒന്നുമല്ല. മറ്റേ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ ഗെയിം കാര്യമൊന്നുമല്ല. ഈ ഒരു ഗെയിമിൽ ഒരു കാറിന് തന്നെ $5,000 ഉണ്ടാവും. അതായത് ഏറ്റവും വില കുറഞ്ഞ കാറിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയ വലിയ കാറിനൊക്കെ ലക്ഷക്കണക്കിന് ഡോളറൊക്കെ ഉള്ള കാറും മില്യൺ കണക്കിന് ഡോളറുള്ള കാറൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാറുകളൊന്നും നമുക്കിപ്പോൾ തൽക്കാലത്തിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഉള്ള പൈസയായിട്ട് നമുക്ക് കുറച്ച് കാറുകൾ മേടിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ നേരെ റെസിഡൻഷ്യൽ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരു ഫസ്റ്റ് തന്നെ വെള്ള കാറൊക്കെ ഉണ്ട്. ഈ വെള്ള കാറിൻ്റെ വില എന്താ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ഈ കാറിന് ഒരു 7,991 പറഞ്ഞാൽ നമുക്കൊരു 6,500 കിട്ടുമെന്നൊക്കെ അറിയില്ല. ബട്ട് ട്രൈ ചെയ്യണോണ്ട് തെറ്റൊന്നുമില്ലല്ലോ. ഓക്കെ, കിട്ടി. എൻ്റെ ആളി ആ പ്രൈസിനൊക്കെ ഈ കാർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാവും. നമ്മൾ ഓടിച്ച് കൊണ്ടുപോകണം, അതാണ് കുറച്ച് സീൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പോകണ്ടേ, നമുക്ക് ഈ വഴിയാണ് തോന്നുന്നു പോകണ്ട്. ഇവിടെ കുറേ പശുക്കളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇതൊരു കാർ, ഈ ഒരു കാറൊക്കെ നമുക്കൊന്ന് നോക്കി വെക്കാം. എത്ര വില ഈ വണ്ടിക്ക്, എത്ര വില നോക്കി വെക്കാം. 6,500. ഈ കാറൊക്കെ നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലത്തിന് ഇപ്പോൾ നമ്മൾ മേടിക്കുന്നില്ല. ഈ വണ്ടി കുറച്ച് കിട്ടില്ലാന്ന് തോന്നിയിട്ടുണ്ട്. ഈ വണ്ടിക്ക് വില ഉണ്ട്. ഓ എൻ്റെ അളവ് ഞാൻ പറഞ്ഞ $3,72,000 നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഭാവിയിൽ നമ്മൾ ആ വണ്ടിയിൽ അതിൻ്റെ അപ്പുറത്തുള്ള വണ്ടി നമ്മൾ എടുക്കണം. അതിനെ നിങ്ങൾ മാക്സിമം ഈ ചാനൽ ഇതുവരെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇതുവരെ ലൈക്ക് അടിച്ചൊന്ന് കയറി ലൈക്ക് അടിക്കുക. അയ്യോ ഓടിക്കല്ലേ, സ്പീഡായിട്ട് ഒന്ന് കത്തിച്ച് കൂടെ ഇടുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു വണ്ടി ആദ്യം നമ്മൾ റിപ്പയർ ചെയ്യണം. റിപ്പയർ ചെയ്തില്ല എന്താ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഉള്ള റേറ്റ് കുറയും. അങ്ങനെ റേറ്റ് കുറയരുത്. നമുക്ക് ഈ ഒരു വണ്ടി മാക്സിമം പ്രോഫിറ്റിൽ വിൽക്കാൻ പറ്റണം. അതാണ് നമ്മുടെ മെയിൻ ചലഞ്ച്. ഇത് ആൾക്കാർക്ക് ഈ ഒരു വണ്ടി കണ്ടാൽ ആ ഒരു നമ്മൾ പറയണ ഇന്ന വിലക്ക് വിൽക്കണമെന്ന് തോന്നണം. മനസ്സിലായ? അപ്പോൾ നമ്മൾ ഈ വണ്ടി റിപ്പയർ ആയിട്ട് ഈ വണ്ടി കുറച്ച് നമ്മുടെ ഈ കസ്റ്റമേഴ്സിന്, ഇത് ശരിക്കൊരു ഗെയിമാണ്, സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ട, ഈ ഒരു കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി കൊടുക്കണം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ കാർ ഡീലർഷിപ്പ് നേരെ കാണുന്നതും ഇപ്പുറത്ത് നിങ്ങളൊരു വഴിയുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഒരു ഇത് എന്താണ്, നമ്മുടെ ഈ വണ്ടി ട്യൂൺ ചെയ്യാനുള്ളത്, വണ്ടി റിപ്പയർ ചെയ്യാനുള്ളത്. നമുക്കിപ്പോൾ വണ്ടി റിപ്പയർ ചെയ്താൽ മതി. വണ്ടി ട്യൂൺ ഇപ്പോൾ നമുക്ക് തൽക്കാലത്തിന് ചെയ്യേണ്ട. കാരണം ഈ ട്യൂൺ ചെയ്യുന്നത് ഒന്നാമത് നഷ്ടമാണ്. നമ്മൾ ഈ സാധാരണ കാറിന് ട്യൂൺ ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നത്. സ്പോർട്സ് കാറൊക്കെ നമുക്ക് ട്യൂൺ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് കിട്ടും. ട്യൂൺ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് കുറയും. $600 ഈ ഒരു വണ്ടി റിപ്പയർ ചെയ്യണം. $600 നമ്മളൊക്കെ ചിലവാക്കിയിട്ടുണ്ട്. സീനൊന്നുമില്ല. നമ്മുടെ കയ്യിൽ പിന്നെ $13,000 പിന്നെ ഓൾറെഡി ഉള്ളതുകൊണ്ട് പിന്നെ സീനില്ല. വണ്ടി ഇപ്പോൾ അത്യാവശ്യം നല്ല ലുക്കായിട്ട് വന്നിട്ടുണ്ട്. റിപ്പയർ ചെയ്തപ്പോൾ മൊത്തം ചളിങ്ങിയിട്ടിരുന്ന് കിടക്കണേ. ഈ ഒരു വണ്ടി നമുക്ക് എന്തായാലും കൊണ്ടുപോയി പെട്ടെന്ന് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യത്തെ കാർ നമ്മളിവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഈ കാറിന് നമ്മൾ വില ഇടാം. ഓക്കെ, 6,500 നമ്മൾ മേടിച്ചിട്ടുള്ള 6,565. 7,500 അത്ര ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 7,500 ഈ വണ്ടി നമ്മൾ സെയിലിട്ടിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ആൾ ഇപ്പം തന്നെ വന്നോ. ആൾക്കാർക്ക് പെട്ടെന്ന് ചടപടാന്ന് വരുന്നുണ്ട്. ഐ ആം റെഡി എന്ന് പറയടാ. ഓക്കെ, ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിറ്റിട്ടുണ്ട്. ഓക്കെ, $21,000 നമുക്ക് അതിൽ $1,000 നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ റെസിഡൻഷ്യൽ ഏരിയയിലോട്ട് തന്നെ നമ്മൾ ഒന്നുകൂടി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പുറത്ത് പോയേക്കാം. അപ്പുറത്ത് നമ്മൾ കുറച്ച് കാർ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കാറൊക്കെ നമുക്ക് മാക്സിമം ഒന്ന് മേടിക്കാം. പിന്നെ ഈ ഒരു കാർ നോക്കണം. ഈ ഒരു കാർ നോക്കി നോക്കാം നമുക്ക്. നീലക്കാർ പോയോ? അപ്പോൾ പറഞ്ഞ ഡേ ഉണ്ടായതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് കാർ മാർക്കറ്റ് ഓപ്പൺ ആണെന്ന് പറയണം. ഓക്കെ, ഇന്ന് പുതിയ വണ്ടികൾ വന്ന് അതിന് ഈ ഒരു വണ്ടി നമുക്ക് നോക്കി. ഈ ഓപ്പൺ ആയ വണ്ടി ചിലപ്പോൾ ഈ വണ്ടി നല്ല വിലക്ക് വിൽക്കാൻ പറ്റുകയാണെങ്കിലോ. ഈശ്വര, 41,000. എന്ത് വിലയുടെ 41,000 ഉള്ള വണ്ടി നമുക്ക് തൊടാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ തന്നെ നമുക്കൊരു $50,000 ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഈ വണ്ടി കുറച്ച് എക്സ്പെൻസീവ് ആയ വണ്ടി. $15,000 ഈ വണ്ടിയുടെ വില. അപ്പം നമുക്കൊരു 13,000 കിട്ടുമോ ചോദിച്ചു നോക്കാം.
ഇല്ല കിട്ടിയില്ല, അതിന് കിട്ടിയില്ല. ഐ വാസ് എക്സ്പെക്റ്റിങ് എ ബെറ്റർ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ വണ്ടി നമുക്ക് ഒരു $15,000 നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമുക്ക് $25,000 വിൽക്കാം. ഏത് ഓടോ ഓടോ പിടിച്ചു. ഓ അത് കുറച്ച് പറ്റി. ഈയോടാ ഉമ്മാരൊക്കെ എവിടെ നോക്കിയിട്ടാണ് പോണേ? ഞാനെവിടെ നോക്കിയിട്ടാണ് പോണേ? ഞാൻ റോഡുണ്ടായിട്ടും കാട്ടി കൂടെ തന്നെ ഞാൻ ഓടിക്കണേ. 2000 years later. നമ്മുടെ കാർ ഡീലർഷിപ്പോടെ കാണുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് തിരിക്കാം, ഈ വണ്ടി ഒന്ന് റിപ്പയർ ആക്കാം. നമുക്ക് പെട്ടെന്ന് തീരാൻ നമ്മൾ കാട്ടി കൂടെ ഒക്കെ എടുക്കുക, അതിനൊന്നും വലിയ സീനൊന്നുമില്ല. ഓക്കെ എന്തായാലും ഇറങ്ങി നിൽക്കുക മതി. ഓക്കെ $600 വീണ്ടും പോയി. ഇപ്പോൾ വണ്ടിയൊക്കെ ശരിയായി. വണ്ടി ഇപ്പോൾ കുറച്ചുകൂടി സെറ്റപ്പ് ആയിട്ടുണ്ട്. പെർപ്പിൾ കളറാണ് ഈ വണ്ടിക്ക്. ഓഫ് ലൈറ്റിങ്ങിലൊക്കെ വേറെ ലെവലാണ്. പിന്നെ നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഗെയിം ഈ ഒരു ചാനൽ കളിക്കുക നിങ്ങൾ മാക്സിമം താഴെ കമൻറ്റ് ചെയ്യാം. നമുക്ക് ഈ ചാനലിൽ കളിക്കാം. പറ്റുന്ന ഗെയിമൊക്കെ നമുക്ക് മാക്സിമം ഈ ചാനലിൽ തന്നെ കളിക്കുക, വേറെ സീനൊന്നുമില്ല. അപ്പോൾ 15,000 നമ്മൾ $600 നമ്മൾ എക്സ്പെൻസീവായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് ഈ ഒരു വണ്ടിക്ക് വേണ്ടി മൊത്തത്തിൽ ചിലവഴിക്കുന്നത് 21,000-ൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും ഈ വണ്ടിക്ക് വേണ്ടി മൊത്തത്തിൽ ചിലവായിട്ടുണ്ട്. ഒരു $25,000 ഇട്ട് നോക്കാം. കിട്ടിയെന്നുള്ള സെറ്റപ്പിലാണ്. കിട്ടി പോയാൽ പോയി. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി വെച്ചിട്ടുള്ളത്. ആരെങ്കിലും പെട്ടെന്ന് വരും എന്ന് വിചാരിക്കുന്നു. വന്ന് ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താ $7,500 നമുക്ക് ഈ സാധനം ഇത് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാം. ഇതും $9,500. ഇതൊക്കെ ഇതിന് ക്ലീൻ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ഈ വണ്ടി മേടിച്ച $15,000 തന്നെ 13,000-നാണ് നിൽക്കുന്നത്. പൊട്ടന്മാർ തന്നെ ഇവിടെ ഇവരെന്താ ഇങ്ങനെ പറയാം. നമ്മൾ പർച്ചേസ് ചെയ്ത $15,000-നാണ്. നമ്മൾ പറ്റിച്ച റിഫ്യൂസ് ചെയ്ത് നോക്കാം. ഞാനൊരു കാര്യം നോക്കിയിട്ട് വരാം. നമ്മൾ $15,000-നാണ് ഈ കാർ മേടിച്ചത്. പിന്നെ ആൾക്കാരെന്താ പറയുക 13,000 എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഇയാളോട് ചോദിച്ചു നോക്കും. എന്തായാലും 14,000 ഒരു 17,000. ഓക്കെ 17,000-ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ലടേ. അതാണ് നമുക്കൊരു സീനായിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും വലിയ പ്രോഫിറ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. നമുക്കൊന്നുകൂടി ഒരു വട്ടം കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി കിടിലൻ രീതിയിൽ വിൽക്കുക. ഇതിനൊക്കെ ഭയങ്കര വില, കുറച്ച് വില കൂടിയ കാർ വേണം നമുക്ക്. ഇതിന്ന് ഭയങ്കര വില എന്തായാലും ചോദിച്ചു നോക്കാം. 28,000 നമുക്ക് 20,000 21,000-നോ ചോദിച്ച് നോക്കുകയാണെങ്കിലോ ഇല്ല കിട്ടൂല. ഓക്കെ മിനി കൂപ്പർ ഉണ്ട്. 68,000 ഈ ഒരു വണ്ടിയുടെ വില. എടാ നിസാൻ GTR. എൻ്റെ ആൾ നിസാൻ GTR-നൊക്കെ എന്താ നമ്മൾ $21,000 ഉണ്ട്. എടാ 2,92,278. ഇപ്പം എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി എന്തായാലും മേടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. 4,000. ഇതൊക്കെ നല്ല വില ആവില്ല ഈ വണ്ടിയൊക്കെ. 33,000. എന്തായാലും കുറച്ച് വണ്ടികൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ആ വണ്ടികളിൽ ഒരെണ്ണം നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ബാക്കി 2 അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആ വണ്ടികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്ത് സെറ്റപ്പാക്കി എടുക്കണം. നമുക്ക് ഇത് പൈസ 400 എഗ്രി കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ നമുക്ക് വേഗം പെട്ടെന്ന് കാർ മാർക്കറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. തൽക്കാലത്തിന് നമുക്ക് ഈ കാറുകളൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് എത്ര എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. 25,000 കിട്ടിയാൽ തന്നെ നമുക്ക് അത് മതിയാവും ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട്. നമ്മൾ കാറുകളവിടെ എടുക്കണുണ്ടോ? അത് ഞാനവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തപ്പോൾ അങ്ങനെ വന്നതാണ് പുല്ല്. കാർ നേരം കൂടെ നിർത്തണം. ഇത് എന്താ ഇത് ഇങ്ങനെ? ഓ കിട്ടി. 1 week later. സോ അപ്പോൾ ഫൈനലി നമ്മുടെ എല്ലാ കാറിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ വിൽക്കാൻ വെക്കണ്ട്. ഇവിടെ കൂടി വിൽക്കാം. ഒരു കാർ കൂടി പെർഫെക്റ്റ് ആയിട്ട് തീർന്നിരുന്നു. ഓക്കെ അപ്പോൾ നമ്മൾ 3 കാറുകളാണ് ആ കാറുകൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് വില ഇടാം.
ഇത് 4600, നമ്മുടെ എക്സ്പെൻസ് 400 കൂട്ടിയിട്ട് അപ്പം നമുക്കൊരു 5200 ഇടാം. ഓക്കെ, പുട്ട് ഫോർ സെയിൽ. ഇനി അടുത്ത് 3000, നമ്മുടെ എക്സ്പെൻസ് കൂട്ടിയിട്ട് $3849. അപ്പം നമുക്കൊരു 4500 കിട്ടുമെന്നറിയില്ല, എന്തായാലും ഇട്ട് നോക്കാം. 8000 ഈ വണ്ടിയിലാണ് പിന്നെ നമുക്ക് കുറച്ച് പ്രതീക്ഷ ഉള്ളത്. $600 എക്സ്പെൻസ് മാത്രമുണ്ട്. അപ്പം നമുക്കൊരു $9000 കിട്ടുമെന്നൊക്കെ അറിയില്ല, വെച്ചോക്കാം. അതോടുകൂടി നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് ആൾക്കാർ വന്ന് തുടങ്ങിയ ദൂരാന്ന് ആൾക്കാർ. ഡയലോഗ് ഇത്ര കുറച്ചുകൂടി ഒന്ന് താട്ടറാ. ഒരു 4000 ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആ ഊളക്കാർ പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം. ഇവിടെ എന്താണ് ഇവിടെ ഇത്ര വില കുറച്ച് പറയുന്നത്? പോടാ 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 പോടാ. പിന്നെ അതിനൊന്നും തരാൻ പറ്റൂല. 4000. ഓക്കെ, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ഇത് നല്ല പൈസ കൊടുത്ത് മേടിച്ച കാറാണ്. ഇതിനെങ്കിലും നല്ലൊരു പൈസ കാട്ടറേ. ഐ ആം റെഡി ടു ബൈ ദിസ് കാർ. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു പൈസ നമുക്ക് കിട്ടി, അത് മതി. $20,000 മേലൊക്കെ എന്തായാലും നമുക്ക് കിട്ടണം. 5800, 4000 നമുക്കൊരു 5000 ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് $22,000, നമുക്ക് $2,000 മാത്രമാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. ആ എന്താണെന്നൊക്കെ മനസ്സിലായിട്ടില്ല. ആൾക്കാരൊക്കെ എന്താണ് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവാണ് പറയുന്നത്. അതും ബാർഗെയിൻ ചെയ്ത് കിട്ടുമ്പോഴത്തേനും നമുക്കൊരു കുറച്ച് ഒരു $500 $600 പ്രോഫിറ്റ് കിട്ടുള്ളൂ. സോ അത്രയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ഒരു ഗെയിമിൽ ഒരുപാട് നേട്ടങ്ങൾ നേടാണ്ട് കേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിവിടെ ഉണ്ടോ നമുക്ക് ഷോറൂം ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുമോ? നമുക്ക് $50,000 $1,00,000 വേണ്ടി വരും. സോ അത്രയുള്ള ഈ വീഡിയോ നമ്മളോട് ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചേക്കുക, ഷെയർ ചെയ്ത് ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണാൻ. എല്ലാവർക്കും ബൈ.